ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നോർവേയിലെ ഒരു തീരപ്രദേശം. അവിടെയുള്ള നാട്ടുകാർ പല കാലങ്ങളിലായിട്ട് ഒരു കഥ പറഞ്ഞു നടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ പെട്ടെന്ന് കടലിൽ വല്ലാത്തൊരു മൂടൽമഞ്ഞ് വരും. അവ്യക്തമായ ഒരു ഭീകരമായ വലിയ രൂപം ആ മൂടൽമഞ്ഞുകൾക്കിടയിൽ വെച്ച് അവർ കാണാറുണ്ടായിരുന്നു. ഇതൊക്കെ വെറും കെട്ടുകഥയായിരിക്കുമെന്ന് പുറംനാട്ടിലുള്ളവർ വിശ്വസിച്ചു. വർഷങ്ങൾ കുറേയധികം കഴിഞ്ഞു പോവാണ്. നോർവേയുടെ ആ ഒരു തീരപ്രദേശത്ത് ഇപ്പൊ ചില പ്രശ്നങ്ങൾ വന്നു. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ലേഡി സയന്റിസ്റ്റ് വരികയാണ്. അങ്ങനെ ചില പഠനങ്ങൾ അവരവിടെ നടത്തി അവസാനം ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടുപിടിക്കുക. എന്തായിരിക്കും അത്? അതാണ് നമ്മൾ ഈ ഒരു കഥയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ 60 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ഇന്റർവ്യൂ കാണിക്കുകയാണ്. കടൽ തീരത്തേക്ക് വന്ന ഒരു റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫിഷർമാനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് കണ്ടത്? ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, വല്ലാത്തൊരു മഞ്ഞ് പെട്ടെന്ന് വന്നു. അതേ സമയത്തിന് അതിന്റെ ഉള്ളിൽ അവ്യക്തമായ ഒരു രൂപത്തിനെയും ഞാൻ കണ്ടു, പക്ഷെ വ്യക്തമല്ല. അതുപോലെ തന്നെ വേറൊരു കുട്ടിയോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവനും ഇതുപോലെ തന്നെ ശക്തമായ മഞ്ഞ് വന്നു, പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു രൂപം കണ്ടു. ഏകദേശം 1 കിലോമീറ്റർ വലിപ്പമുള്ള എന്തോ ഒരു രാക്ഷസനായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു കുട്ടി പറയുന്നത്. നോർവേയുടെ ഈ കടൽ തീരത്ത് ഇതുപോലെ ഒരു രൂപം കണ്ടു എന്ന് ആ പ്രദേശത്തെ പല ആൾക്കാരും പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിനെ തുടർന്ന് പട്ടാളക്കാർ വരികയാണ്. ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ കപ്പൽ, ഇതെല്ലാം വെച്ച് ആ ഒരു ഏരിയ പൂർണ്ണമായിട്ടും പരിശോധിച്ചു. എന്നാൽ നാട്ടുകാർ പറയുന്നത് പോലെയുള്ള ഒരു രാക്ഷസ മൃഗത്തെയൊന്നും അവിടെ വെച്ച് കണ്ടുപിടിക്കാൻ പട്ടാളത്തിന് പറ്റിയിട്ടില്ല. എന്തായാലും 60 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റ് ഡേ നോർവേയുടെ കടലിന്റെ ആ ഭാഗത്തേക്ക് 2 പയ്യന്മാര് ടൂറിസ്റ്റുകളാണ്. അവരങ്ങനെ കടലിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു റൈഡിൽ പോകുന്നത്. പെട്ടെന്നാണ് അവിടെ ഒരു ചുഴി ഉണ്ടാകുന്നത്. പിന്നീട് ഇവർക്ക് ആ റൈഡിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ ചുഴിയിൽ ഇവർ പെട്ടുപോയി എന്ന് തന്നെ പറയാം. പരമാവധി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവസാനം ആ ചുഴിയുടെ ഉള്ളിലേക്ക് ഇവർ താഴ്ന്നു പോവുകയാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവ്യക്തമായ ഒരു രൂപം കടലിനടിയിൽ കാണാനും കഴിയുന്നുണ്ട്. ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു ലേഡിയാണ്. അവരിപ്പോ സ്വിമ്മിംഗ് സൂട്ട് എല്ലാം ധരിച്ചുകൊണ്ട് നേരെ താഴേക്ക് പോയി അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഡിവൈസുകളുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് കടലിനടിയിലെ ചില ശബ്ദ തരംഗങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ലേഡി മുകളിലേക്ക് വരികയാണ്. അവരുടെ പേര് ഹന്ന എന്നാണ് നമ്മുടെ ഈ ഒരു സിനിമയുടെ ഹീറോയിൻ. മാത്രമല്ല ഹന്ന ഒരു മറൈൻ ബയോളജിസ്റ്റ് ആണ്. അതായത് കടൽ ജീവികളെയും കടലിനെയും ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ്. വെറും ഒരു ജോലിയായിട്ടല്ല ഹന്ന ഇതിനെ കാണുന്നത്. ചെറുപ്പം മുതലേ കടലിനെയും അതുപോലെ തന്നെ കടലിലെ ജീവികളെയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം പോലെ തന്നെ ഇങ്ങനെ ഒരു ജോലിയിലേക്ക് അവൾ എത്തിപ്പെടുകയും ചെയ്തു. പിന്നീട് കടലിനടിയിൽ നിന്നും കളക്ട് ചെയ്ത ആ ഒരു ഡാറ്റയുമായിട്ട് അവൾ നേരെ അവളുടെ ലാബിലേക്ക് പോവാണ്. പിന്നീട് ആ ശബ്ദം അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ബോസ് അവളെ വിളിക്കുകയാണ്. പുതിയൊരു ജോലി ഏൽപ്പിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഏതോ ഒരു സ്ഥലത്തിന് പേര് പറഞ്ഞിട്ട് നീ എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോകണം. അവിടെ പുതിയ ഏതോ ഒരു കമ്പനി വന്നിട്ടുണ്ട്. ആ കമ്പനി വന്നതിന് ശേഷം കടലിലെ ജീവികൾക്ക് ചില പ്രശ്നങ്ങൾ വരുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നീ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം എന്ന് പറയണം. എന്നാൽ ആ സ്ഥലത്തിന്റെ പേര് കേട്ട സമയത്ത് ഇപ്പൊ ഹന്ന പറയണ, സാറേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, വേറെ ചില വിഷയങ്ങളുണ്ട്. സാറ് മറ്റാരെങ്കിലും ഈ ഒരു ജോലി ഏൽപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഹന്നയോട് അവളുടെ ബോസ് പറയണം, ഞാൻ എന്തായാലും നിനക്കൊരു വീഡിയോ ഷെയർ ചെയ്യാം, അത് കണ്ടതിന് ശേഷം നീ തന്നെ തീരുമാനം എടുത്തോ എന്ന് പറയണം. പിന്നീട് ബോസ് ഫോൺ കെട്ടുകയാണ്. അതായത് ഹന്നയ്ക്ക് എന്താണ് ആ നാട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അവളുടെ തന്നെ നാടാണ്. ഹന്ന ജനിച്ച് വളർന്നത് ആ നാട്ടിലാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനുമായിട്ട് അവൾ റിലേഷനിലായിരുന്നു. എന്നാൽ ഇപ്പൊ ബ്രേക്കപ്പ് ആണ്. അപ്പൊ അവരുടെ ആ ഒരു പഴയ ഫോട്ടോസ് എല്ലാം അവൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ബോസ് ആ വീഡിയോ അയക്കുന്നത്. അവൾ വേഗം തന്നെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അതായത് കടൽ തീരത്ത് നിന്ന് കുറെ അധികം സാൽമൺ ഫിഷുകൾ ഒരു കാരണവുമില്ലാതെ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് എടുത്ത് ചാടുകയാണ്. കുറെ പിള്ളേര് അതിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിനെ പിടിക്കുന്നുണ്ട്. ചിലതിനെയെല്ലാം കടലിലേക്ക് തന്നെ വീണ്ടും എറിയാണ്. എന്നാൽ ആ എറിഞ്ഞ മീനുകൾ തന്നെ വീണ്ടും കരയിലേക്ക് വരികയാണ്. അതായത് ഈ മീനുകളെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് ആ ഒരു കടലിലുണ്ട്. എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള എന്തോ ഒരു സംഭവം. അത് കണ്ടപ്പോൾ തന്നെ ഹന്നയ്ക്ക് മനസ്സിലായി. കാരണം അവളൊരു മറൈൻ ബയോളജിസ്റ്റ് ആണ്. കടലിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവളാണ്. എന്തായാലും ഇത് കണ്ട സമയത്ത് ഹന്ന രണ്ടാമതൊന്നും ആലോചിക്കാൻ നിന്നില്ല. അപ്പൊ തന്നെ ബോസിനെ വിളിച്ച് പറയാണ്, ഈ ജോലി ഞാൻ ഏറ്റെടുത്തോളാം, അങ്ങോട്ടേക്ക് ചെന്ന് അവിടെയുള്ള ആ ഒരു കമ്പനിയെ ഞാൻ തന്നെ ഇൻസ്പെക്ട് ചെയ്തോളാം എന്ന് പറയണം. അങ്ങനെ ഹന്ന ഇപ്പൊ നേരെ അവളുടെ നാട്ടിലേക്ക് പോവാണ്. ഇതിനുശേഷം ഹെലികോപ്റ്ററിൽ പോകുന്ന കുറച്ചു പേരെ കാണിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, ഫിലിപ്പ്. ഹന്നയുടെ നാട്ടിൽ പുതിയൊരു കമ്പനി തുടങ്ങി എന്ന് പറയുന്നില്ലേ, ആ കമ്പനിയുടെ സ്ഥാപകനാണ് ഈ ഫിലിപ്പ്. മാത്രമല്ല ആ കമ്പനിയുടെ കൂടുതൽ വളർച്ചയ്ക്കായിട്ട് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വേണം, പൈസ വേണേ. അതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ നേരിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഇപ്പോൾ ഈ ഒരു ഫിലിപ്പിന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഇവരെല്ലാവരും നേരെ ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് 2 വലിയ മലയിടുക്കുകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഫിലിപ്പ് പറയുന്നത്, ആ ഏരിയ കണ്ടോ, അവിടെയാണ് സാൽമൺ ഫിഷുകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതും കൂടുതലായിട്ടുള്ളത്.
വരുന്നതും. അതുകൊണ്ടാണ് ഈ മലയുടെ വിടവിലായിട്ട് ഞാൻ എന്റെ കമ്പനി സ്ഥാപിച്ചത്. അതായത് വെള്ളത്തിൽ തന്നെയുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇവരെല്ലാവരും ഇപ്പൊ നേരെ അങ്ങോട്ടേക്ക് വന്നിറങ്ങുകയാണ്. അവിടെ ഓൾറെഡി 2 ജോലിക്കാരുണ്ട്. ഒരാളുടെ പേര് ജോൺ ആണ് അവിടുത്തെ ടെക്നോളജി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളുണ്ട് എറിക്കാണ് അവിടുത്തെ എഞ്ചിനീയർ. ഇവർക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എറിക്കാണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് ഫിലിപ്പ് ജോണിനോട് പറയാണ്, നീ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അതിന് കൂടെ തന്നെ എന്താണ് ശരിക്കും ഇവരുടെ ഈ ഒരു കമ്പനിയുടെ ലക്ഷ്യമെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ഭാഗത്ത് ഒരുപാടധികം സാൽമൺ ഫിഷുകളുണ്ട്. നാച്ചുറൽ ആയിട്ട് തന്നെ ഈ സാൽമൺ ഫിഷുകളുടെ ദേഹത്ത് ഒരുപാടധികം പാരാസൈറ്റുകൾ ഉണ്ടാവും. അതായത് ഈ പശുവിന്റെ ദേഹത്ത് കാണുന്ന ചെറിയ ചെറിയ ഉണ്ണി അല്ലെങ്കിൽ ഉണലി എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ ജീവികളില്ലേ, അതുപോലെ ഈ സാൽമൺ ഫിഷിന്റെ ദേഹത്ത് ഒരുപാടധികം പാരാസൈറ്റുകളുണ്ട്. അതിന്റെ ദേഹത്ത് ഈ പാരാസൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് മര്യാദക്ക് ജീവിക്കാനോ വളരാനോ കഴിയില്ല. അപ്പൊ ഇവർ പുതുതായിട്ട് ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ മെഷീൻ കടലിലേക്ക് ഇറക്കി വെച്ച് അതൊരു തരം പ്രത്യേക സിഗ്നൽ പുറപ്പെടുവിക്കും. ആ സിഗ്നൽ സാൽമൺ ഫിഷിന്റെ ദേഹത്തുള്ള ഈ പാരാസൈറ്റുകൾ ഉണ്ടല്ലോ, അതിന് തീരെ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ദേഹത്തു നിന്നും ഈ പാരാസൈറ്റുകൾ അടന്നു പോകും. അങ്ങനെ അടന്നു പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിക്കഴിഞ്ഞ ഈ സാൽമൺ ഫിഷുകൾ നന്നായിട്ട് തന്നെ ജീവിക്കാനും വളരാനും തുടങ്ങും. ഇതാണ് ശരിക്കും ഞങ്ങളുടെ ബിസിനസിന്റെ ആശയം. മാത്രമല്ല ഈ ഒരു മെഷീൻ കണ്ടുപിടിച്ചത് ദാ ഈ നിൽക്കുന്ന എറിക്കാണ്. ഫിലിപ്പ് ഇപ്പോൾ എറിക്കിനെ ഇവർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവനോട് ചോദിക്കാന്ന് പറയണം. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ആദ്യം തന്നെ ഫിലിപ്പിനോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നീ ഉണ്ടാക്കിയ ഈ പുതിയ മെഷീൻ ഉണ്ടല്ലോ, ഇതിൽ നിന്നും വരുന്ന ആ ഒരു സിഗ്നല് കടലിലെ ബാക്കിയുള്ള ജീവികൾക്ക് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ? ഈ സമയം എറിക്ക് അവനുണ്ടാക്കിയ ആ ഒരു മെഷീൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സാറേ, ഈ ഒരു മെഷീനിൽ നിന്നും സിഗ്നൽസ് പല അളവിലും നമുക്ക് പുറപ്പെടുവിക്കാം. വളരെ കുറഞ്ഞ അളവിൽ ഈ സിഗ്നൽ വെള്ളത്തിലേക്ക് അയച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഈ സിഗ്നൽ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഈ ഒരു സാൽമൺ ഫിഷിന്റെ പുറത്തുള്ള പാരാസൈറ്റുകളെ അത് ബാധിക്കും, അവ നശിച്ചു പോകും. പക്ഷേ ഈ സിഗ്നൽ സാധാരണ കൊടുക്കുന്നതിലും അളവ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബാക്കിയുള്ള ജീവികളെ ബാധിച്ചേക്കാം. പക്ഷേ നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ സീൻ കട്ടായി പിന്നീട് ബീച്ച് സൈഡിൽ കാണിക്കുകയാണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഹന്ന വന്നിട്ടുണ്ട്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ അവളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും അവൾ അവിടെ ഫുള്ള് നോക്കുകയാണ്. 7 വർഷങ്ങൾ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. ആകെ മാറിപ്പോയിട്ടുണ്ട്. പെട്ടെന്നാണ് ഹന്നെ ആരും അവിടെ നിന്ന് വിളിക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഓൾഗയായിരുന്നു. ഓൾഗ ഇപ്പൊ ഒരു പോലീസാണ്. രണ്ടുപേരും പഴയ സുഹൃത്തുക്കളാണ് കേട്ടോ. ഇപ്പൊ ഹന്നെ കണ്ടപാട് തന്നെ ഓൾഗയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഹന്ന, ഇത് എപ്പോ എത്തി? അല്ല, എന്താ പരിപാടി? അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഓൾഗയുടെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വരികയാണ്. ഹസ്ബൻഡ് ആരാന്നറിയോ? മറ്റേ ആ ഒരു കമ്പനിയില്ലേ, കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഫിലിപ്പ് തന്നെ. അപ്പൊ ഫിലിപ്പും ഹന്നയും ഇവരൊക്കെ പഴയ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഈ സമയത്താണ് ഇവരുടെ മകൾ മരിയ അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ മരിയം ആന്റി എന്ന് വിളിച്ചിട്ട് ഹന്നയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഹന്നയ്ക്ക് മരിയെ കണ്ട സമയത്ത് ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. എടി പെണ്ണെ, നീ ഇത്രക്കും വളർന്നു പോയോ? ഞാൻ പോകുമ്പോൾ ആകെ ഒരു ഇത്തിരി പോകുന്നൊരു പെണ്ണായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ മരിയയുടെ ഒരു കൂട്ടുകാരൻ റാംബോ എന്ന് വിളിക്കും, ഇവൻ വന്നിട്ട് മരിയ അവിടുന്ന് വിളിച്ചുകൊണ്ടുവാണ്. അപ്പൊ ആന്റി, ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് മരിയ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഓൾഗ ചോദിക്കുകയാണ്, ഹന്ന എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായല്ലോ കണ്ടിട്ട്. അല്ല, എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തോ കാര്യമുണ്ടല്ലോ. നീ എന്തായാലും അങ്ങനെ വെറുതെ ഒന്നും വരാൻ പോകുന്നില്ല. ആ ചെറിയൊരു ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അവരവിടെ വർത്താനം പറഞ്ഞു നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ബീച്ച് സൈഡിലേക്ക് ഹന്ന പോകുന്നുണ്ട്. ആ നേരം ബീച്ചിലേക്ക് പലതരം മാലിന്യങ്ങൾ വന്നടിഞ്ഞത് ഹന്ന ശ്രദ്ധിക്കുകയാണ് കേട്ടോ. നാട് ഡെവലപ്പ് ആകുമ്പോൾ കൂടെ ഉണ്ടാവുന്ന സാധനമാണല്ലോ ഈ മാലിന്യങ്ങൾ. ഇതൊന്നും ഹന്നയ്ക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് മരിയ, അവളുടെ ഒരു കൂട്ടുകാരനായിട്ടുള്ള റാംബോ, പിന്നെ വേറെ ഒരുത്തൻ, ഇവര് 3 പേരും കൂടിയിട്ട് ബീച്ചിന്റെ മറ്റൊരു സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഹന്നയ്ക്ക് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് കടലിൽ നിന്നും മത്സ്യങ്ങൾ കരയിലേക്ക് ചാടുന്ന ആ ഒരു വീഡിയോ, ആ വീഡിയോ എടുത്തത് തന്നെ ഇവര് 3 പേരുമാണ്. ഹന്നയെ പോലെ തന്നെ ഇവർ 3 പേരും കുറച്ച് പ്രകൃതി സ്നേഹികളാണ്. ഇതിനുശേഷം കാണിക്കുന്നത് എറിക്കിനെയാണ്. എറിക്കുണ്ടാക്കിയ ആ ഒരു മെഷീൻ കടലിൽ നിന്നും അവനിപ്പോ പൊക്കിയെടുക്കുകയാണ്. ചില മെയിൻ്റെനൻസ് വർക്കൊക്കെ അതിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും അത് താഴേക്ക് വെക്കുകയാണ്. ഇതിൽ നിന്നാണ് ആ ഒരു സിഗ്നൽ പോകുന്നത്. ആ സിഗ്നൽ വെച്ചാണ് സാൽമൺ ഫിഷിന്റെ ദേഹത്തുള്ള പാരാസൈറ്റുകളെ ഇല്ലാതാക്കുന്നത്. ഇതേ നേരം തന്നെ ഉള്ളിലുണ്ടായിരുന്ന ജോൺ ഉണ്ടല്ലോ, അവന്റെ കമ്പ്യൂട്ടറിലേക്ക് എന്തോ ഒരു അപായ സൂചനയായിട്ടുള്ള ഒരു സിഗ്നൽ വരുന്നുണ്ട്. എന്നാൽ അത് കണ്ടിട്ടും കാണാത്തതുപോലെ ജോൺ അത് ഓഫാക്കി വെക്കുകയാണ്. എന്തോ ഒരു കള്ളം ഈ ജോൺ മറിക്കുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ ഹന്നയെ കാണിക്കുകയാണ്. ഹന്ന ഇപ്പോൾ ഒരു അപ്പൂപ്പന്റെ കൂടെ അയാളുടെ ബോട്ടിൽ കയറിയിട്ട് കടലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. ഈ അപ്പൂപ്പൻ ആരാണെന്ന് മനസ്സിലായോ? സിനിമയുടെ ആരംഭത്തിൽ ഒരു കുട്ടി ഇന്റർവ്യൂ കൊടുത്തായിരുന്നല്ലോ. മഞ്ഞ് വന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ എന്തോ ഒരു രൂപത്തിനൊക്കെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? 60 വർഷങ്ങൾക്ക് മുന്നേ ആ കുട്ടിയാണിത്. ആ കുട്ടി വളർന്നു വലുതായി ഇപ്പൊ പ്രായമായി ഇതാ ഇപ്പൊ അപ്പൂപ്പനായി. ഇപ്പൊ അപ്പൂപ്പൻ ഹന്നയോട് പറയണം, ഹന്ന, നീ എങ്ങനെയെങ്കിലും ആ ഒരു കമ്പനി ഒന്ന് പൊട്ടിക്കാൻ നോക്ക്. അത് അവിടെ ഉള്ളത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പ്രവൃത്തികളും എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഹന്ന പറയണം, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ, ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. ഹന്ന ആ കമ്പനി പരിശോധിക്കാൻ വന്നയാന്ന് അപ്പൂപ്പന് മനസ്സിലായി. എന്തായാലും കടലിലുണ്ടായിരുന്ന ആ കമ്പനിയുടെ അടുത്തേക്ക് ഹന്നെ ഇപ്പൊ അപ്പൂപ്പൻ കൊണ്ടുപോയി വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഹന്ന ഇപ്പൊ നേരെ അങ്ങോട്ടേക്ക് വന്നു കയറി. ഇതേ സമയത്തിന് ജോൺ എന്തൊക്കെയോ വർക്കിലായിരുന്നു. അതുകൊണ്ട് ജോൺ ഇപ്പൊ ഹന്നയെ കണ്ടില്ല. എറിക്കും എന്തൊക്കെയോ വർക്കിലായിരുന്നു. അവൻ എന്തോ ജനറേറ്റർ എടുത്ത് അത് ഓണാക്കാൻ നോക്കി, അത് ഓൺ ആവുന്നില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ഹന്നയെ കാണുകയാണ്. ഹന്നെ കണ്ടപാടിന് എറിക്ക് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഹന്ന മറ്റാരുമല്ല, ഒരു സമയത്ത് അവൻ പ്രണയിച്ചിരുന്ന ആള് തന്നെ. ഞാൻ പറഞ്ഞല്ലോ ഹന്നയ്ക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് ഇവൻ തന്നെയാണ്. അവളെ ഇവിടെ കണ്ട സമയത്ത് ശരിക്കും എറിക്ക്
എറിക്ക് ഞെട്ടിപ്പോണ്. അല്ല ഹന്ന, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എന്താണ് ഇവിടെ പരിപാടി? ഈ സമയത്ത് ഹന്ന പറയണത് ഞാൻ പിന്നെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാണ്. ഇതിന്റെ ഓണർ ഉണ്ടല്ലോ ഒരു ഫിലിപ്പ്, അയാളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവും. നിയമപ്രകാരമുള്ള ചില ഇൻസ്പെക്ഷൻസ് എനിക്ക് ഇവിടെ ചെയ്യാം. ഇപ്പൊ എറിക്ക് പറയണ അതിന് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് തന്നെ ജോൺ അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ ജോണിനോട് പറയണം, ജോണെ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കും, ഇവൾ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് പറയണം. അങ്ങനെ ജോൺ ഇപ്പോൾ ഹന്നയും കൂട്ടിയിട്ട് അവിടെയുള്ള ആ റൂമുകളും അല്ലെങ്കിൽ ആ ഒരു സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു റൂമിൽ ഹന്ന അവളുടെ സാധനങ്ങളെല്ലാം വെച്ച് ഇനി എന്തായാലും പോകുന്നത് വരെ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ഹന്ന എല്ലാതരം സജ്ജീകരണങ്ങളും റെഡിയാക്കിയിട്ട് എറിക്കിനെയും കൂട്ടി ചെറിയൊരു കയാക്കിംഗ് ബോട്ട് എടുത്തുകൊണ്ട് നേരെ കുറച്ചുകൂടെ കടലിന്റെ ഉൾഭാഗത്തേക്ക് പോവാണ്. എന്നിട്ട് അവളുടെ ആ ഒരു മെഷീൻ കടലിന്റെ താഴേക്ക് വെച്ചിട്ട് കടലിന്റെ അടിയിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ എറിക്ക് അവന്റെ സ്വിമ്മിംഗ് സൂട്ട് ഇട്ടുകൊണ്ട് കടലിന്റെ അടിഭാഗത്തേക്ക് പോയിട്ട് അവനും ചില കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇപ്പൊ എറിക്ക് മുകളിലേക്ക് വരികയാണ്. ഇപ്പൊ എറിക്ക് ചോദിക്കണം, ഹന്ന എന്തായി നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞു, റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ എറിക്കിനോട് ഈ ശബ്ദം നീ തന്നെ ഒന്ന് കേട്ട് നോക്കുന്നു പറയണം. ഇപ്പൊ എറിക്ക് ഹെഡ്സെറ്റ് വെച്ച് ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവനുണ്ടാക്കിയ ആ ഒരു മെഷീനിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് വളരെ വ്യക്തമായിട്ട് തന്നെ റെക്കോർഡ് ആയിട്ടുണ്ട്. എന്ന് കരുതി ഇതൊരു പ്രശ്നമാണെന്നൊന്നും ഹന്ന പറയുന്നില്ല കേട്ടോ. കൂടുതൽ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താനുണ്ട്. ഇവർ രണ്ടുപേരും ഇവിടെ വെച്ച് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഭാഗത്ത് കുറച്ചധികം ജെല്ലി ഫിഷുകൾ പെട്ടെന്ന് പൊന്തി വരുന്നത്. സാധാരണ ഇങ്ങനെ അങ്ങ് സംഭവിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹന്നയ്ക്ക് തോന്നുകയാണ് ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അല്ലാതെ ഈ ജെല്ലി ഫിഷുകൾ ഇങ്ങനെ മുകളിലേക്ക് ഒരുമിച്ച് പൊന്തി വരില്ല. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ മരിയെ കാണിക്കുകയാണ്. അവളും അവളുടെ ആ ഒരു രണ്ട് കൂട്ടുകാരും ഒരുമിച്ചുണ്ട്. അപ്പൊ ഇവര് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മീനുകൾക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മരിയുടെ കൂട്ടുകാർ പറയുന്നത് ഇതിനെല്ലാത്തിനും കാരണം നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ ആ ഒരു കമ്പനിയും അവർ പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു മെഷീനുമാണ്. എങ്ങനെങ്കിലും പരിപാടി നിർത്തിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മരിയ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ഹന്ന ഇപ്പോൾ അവളുടെ സുഹൃത്തായിട്ടുള്ള ഓൾഗയെ കണ്ട് സംസാരിക്കാനായിട്ട് ഓൾഗയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ മരിയ ഉണ്ടായിരുന്നല്ലോ. മരിയ വന്ന് ഹന്നയോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഹന്നയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ആ വീഡിയോ അതെടുത്തത് നീയാണല്ലേ, എനിക്ക് മനസ്സിലായി. ഇപ്പൊ മരിയ ഹന്നയോട് ഒരു കാര്യം പറയാണ്, എന്റെ അച്ഛൻ ഉണ്ടാക്കിയ ആ പുതിയ കമ്പനി ഉണ്ടല്ലോ, അവരുപയോഗിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, ഇത് കാരണം കടലിലെ മീനുകൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. ഞാനും എന്റെ കൂട്ടുകാരും കുറച്ച് ദിവസമായിട്ട് അത് നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഹന്ന പറയാണ്, മരിയ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. അവർ ആ ഒരു സിഗ്നൽ ഉപയോഗിക്കുന്നത് വളരെ നോർമൽ ആയിട്ടാണ്. അതുകൊണ്ട് മീനുകൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന മരിയ പറയണം, അപ്പൊ നിങ്ങളും ഇവരുടെ ഭാഗത്ത് തന്നെയല്ലേ, എനിക്ക് മനസ്സിലായി. ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ ഓൾഗ ചായയുമായിട്ട് വരുന്നുണ്ട്. കൂട്ടുകാരിയുമായിട്ട് ചായയും കുടിച്ച് കുറച്ചു നേരം ഹന്ന അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും കടലിലെ ആ ഒരു കമ്പനിയുള്ള സ്ഥലത്തേക്ക് അവൾ പോകുന്നുണ്ട്. അവിടെ എത്തിയപാട് തന്നെ ജോണിനോടും എറിക്കിനോടും ചില ഡാറ്റാസ് ഒക്കെ വേണമെന്ന് ഹന്ന പറയുന്നുണ്ട്. അപ്പൊ തന്നെ എറിക്ക് ഫിലിപ്പിനെ വിളിക്കുകയാണ്. ഇതുപോലെ ഹന്ന ചില ഡാറ്റാസ് ചോദിക്കുന്നുണ്ട്, കൊടുക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഫിലിപ്പ് പറഞ്ഞു, നീ എന്തായാലും അത് കൊടുത്തേക്കെന്ന് പറയണം. അങ്ങനെ ഇവർ ആ ഒരു ഡാറ്റ എടുക്കുന്ന സമയത്ത് ഹന്ന എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നീണ്ട കോലുപോലത്തെ ഒരു സംഭവം എടുത്ത് അതിന്റെ തറ്റത്ത് ഒരു മൈക്കും പിടിപ്പിച്ചു വെച്ച് കടലിന്റെ ഓരോ ഭാഗത്തേക്കും പോയി അവിടെയൊക്കെ അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട സമയത്ത് ജോണ് ചോദിക്കുകയാണ്, എന്താടാ നിന്റെ പഴയ ഗേൾ ഫ്രണ്ടിന് തലക്ക് വെളിവില്ലേ? ഇപ്പൊ എറിക്ക് പറയാണ്, ചില സമയത്ത് എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്തായാലും അവളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചോ എന്ന് ജോണിനോട് എറിക്ക് പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഫിലിപ്പിനെയും ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെയാണ്. ഫിലിപ്പിന്റെ ഈ പുതിയ ആശയം ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ഫണ്ട് ഇറക്കാന്ന് പറയണം. മാത്രമല്ല ഇവര് മീറ്റിംഗിന് കൂടി ആ ഒരു സ്ഥലവും ഇപ്പൊ കാണിക്കുന്നുണ്ട്. കടലിന്റെ അടിയിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ക്യാബിനായിരുന്നു അത്. കാലത്തിന്റെ ഓരോ പോക്കെ ഭൂമിയുടെ മുകളിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണ് നേരെ കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ക്യാബിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇതിനുശേഷം ഹന്നയെ കാണിക്കുകയാണ്. ഹന്ന ഇപ്പോൾ അവിടുന്ന് ഒരു സാൽമൺ ഫിഷിനെ പിടിച്ചിട്ടുണ്ട്. ആ സാൽമൺ ഫിഷിന്റെ ശരീരം മുഴുവനായിട്ട് പരിശോധിക്കുമ്പോൾ അതിന്റെ ദേഹത്ത് ഒരു പാരസൈറ്റും ഇല്ലായിരുന്നു. അതായത് ഇവരുടെ കമ്പനി പറഞ്ഞതുപോലെ തന്നെ കമ്പനി അയച്ച ആ ഒരു സിഗ്നൽ കാരണം ഇവിടെയുള്ള ഏകദേശം എല്ലാ സാൽമൺ ഫിഷും വളരെ ഹെൽത്തിയാണ്. എന്നാൽ അതിന്റെ ദേഹത്ത് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തണം. പെട്ടെന്ന് തന്നെ ഹന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാവാത്ത ഒരു സാൽമൺ ഫിഷിന്റെ ഉള്ളിൽ കയറി അതിന്റെ ഹൃദയം പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഈ കമ്പനി കടലിന്റെ ഉള്ളിലേക്ക് വിടുന്ന ഒരു സിഗ്നൽ ഉണ്ടല്ലോ, അതുപോലെയുള്ള ചില സിഗ്നൽ ഇപ്പൊ ഹന്ന അവിടെ വെക്കുകയാണ്. ഈ സിഗ്നൽ തട്ടിയപ്പോൾ ആ ഒരു ഹേർട്ട് ഉണ്ടല്ലോ, ആദ്യം കുറച്ച് ഇനാക്റ്റീവ് ആയിരുന്നെങ്കിൽ പിന്നീട് അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ട് വരികയാണ്. അതായത് ഇവരുടെ കണ്ടുപിടുത്തം എന്തായാലും വിജയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഹന്നയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. ഈ സിഗ്നലിന്റെ എഫക്റ്റ് കൊണ്ട് കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹേർട്ട് ഉണ്ടല്ലോ, അതങ്ങോട്ട് ബീറ്റ് ചെയ്ത് അവസാനം ഒറ്റ പൊട്ടലാണ്. ആ സമയത്ത് ഹന്നയ്ക്ക് മനസ്സിലായി, അതായത് ഇത് കടലിലെ ജീവികൾക്ക് ഭയങ്കര ഡേഞ്ചറാണ്. ഫിലിപ്പിന്റെ മകൾ മരിയ പറഞ്ഞത് സത്യമാണ്. എന്തായാലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തേ മതിയാവൂ. ഇതേ സമയത്താണ് ജോണിന് ഒരു സിഗ്നൽ കിട്ടുന്നത്. അതായത് എറിക്ക് കടലിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അതിലെന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. വേഗം തന്നെ എറിക്ക് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കൂടെ തന്നെ ഇപ്പൊ ഹന്നയുണ്ട്. ഇവര് വേഗം തന്നെ കടലിനടിയിൽ നിന്നും ആ ഒരു മെഷീൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതെങ്ങനെയാണ് വർക്ക് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ എറിക്ക് ഹന്നയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പിന്നീട് അത് ഓപ്പൺ ചെയ്ത സമയത്ത് അതിന്റെ ഉള്ളിലെ ഓരോ മെഷീൻസും ആകെ
കേടായി കിടക്കാണ്, പൊട്ടിക്കെടുക്കാണ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എറിക്കിന് മനസ്സിലാവുന്നേ ഇല്ല. പിന്നീട് ആ ഒരു മിഷീന്റെ ഉള്ളിലേക്ക് അവൻ കൈയിട്ട് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ജീവിയെ കിട്ടുകയാണ്. പതിയെ അതിനെ അവൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒന്നിനെ അവൻ കാണുന്നത്. ഒരു മറൈൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഹന്ന തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവിയെ കാണുന്നത്. ഹന്ന വേഗം തന്നെ അതിനെ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. അതിന്റെ കാലുകളൊക്കെ ഏകദേശം ഞെണ്ടിന്റേതുപോലെയുള്ള കാലാണ്. എന്നാൽ ഇങ്ങനെ ഒരു ജീവി അത് ആദ്യമായിട്ട് അവൾ കാണുന്നത്. അവള് നല്ല ലോകത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജീവിയെ റിപ്പോർട്ട് ചെയ്യുന്ന ആള് അത് ഹന്നയായിരിക്കും. അപ്പൊ പുതിയൊരു ജീവിയെ കണ്ടെത്തിയതിൽ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. മാത്രമല്ല അവൾ ആ ഒരു പരീക്ഷണം നടത്തുന്ന സമയത്ത് അതിന്റെ ആ ഒരു തുള്ളി രക്തം അവളുടെ കവിളിലാവുന്നുണ്ട്. ഈ കാര്യം ഇറക്കി വന്ന് പറയണം കേട്ടോ. മാത്രമല്ല അതിന്റെ രക്തത്തിന് ഒരു തരം ഒരു ഇളം പച്ച നിറമായിരുന്നു. കുളിക്കുന്ന സമയത്ത് ഹന്ന ഇപ്പൊ മുഖത്ത് പറ്റിയ ആ ഒരു രക്തമെല്ലാം കഴുകി കളയാണ്. ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നുകയാണ് ആ ഒരു രക്തം. ഇപ്പോൾ ഒരു തുള്ളി കൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിറയെ പച്ച നിറം വരികയാണ്. ഇതേ നേരം തന്നെ സിനിമയുടെ ആരംഭത്തിൽ 2 പയ്യന്മാർ കടലിലേക്ക് വന്നല്ലോ ഒരു റൈഡുമായിട്ട്. ആ റൈഡ് ഇപ്പോൾ തീരത്തേക്ക് അടിയാണ്. അതുപോലെ തന്നെ ആ റൈഡിന്റെ പല ഭാഗത്തായിട്ട് വ്യത്യസ്തമായ നിറമുള്ള ഒരു രക്തം ഇവർ കാണുന്നുണ്ട്. ഇത് ഏത് ജീവിയുടെ രക്തമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ ജോൺ നോക്കുമ്പോൾ, അതായത് കടലിനടിയിൽ ഇവർ വെച്ച ആ ഒരു CCTV വിഷയിലൂടെ ഒരു കാര്യം കാണുകയാണ്. അതായത് ഒരുപാട് സാൽമൺ ഫിഷുകൾ ഭയങ്കര വയലന്റ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് തന്നെ വന്ന് കൂട്ടം കൂട്ടമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വേഗം തന്നെ എറിക്ക് അത് നോക്കാൻ പോകാൻ നിൽക്കുമ്പോൾ ഹന്ന പറയണ വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ സ്വിമ്മിംഗ് സൂട്ട് എല്ലാം ഇട്ടുകൊണ്ട് നേരെ അവൾ വെള്ളത്തിനടിയിലേക്ക് പോവാണ്. പിന്നീട് അവിടെ മീൻ കൂട്ടം കൂട്ടമായി നിൽക്കുന്നുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെന്ന് ആ ഒരു മീനെല്ലാം അവളിങ്ങനെ തെളിച്ച് മാറ്റി നോക്കുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കാണുകയാണ്. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഹന്ന ഇപ്പോൾ ആ ഒരു ഡെഡ് ബോഡി മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അവളുടെ സുഹൃത്തായിട്ടുള്ള ഓൾഗയെ വേഗം തന്നെ ഈ ഒരു വിവരം അറിയിക്കുകയാണ്. ഓൾഗ വേഗം തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ബോഡി ഇപ്പോൾ ഓൾഗ ഐഡന്റിഫൈ ചെയ്യാം. അതായത് ടൂറിസ്റ്റുകളായിട്ടുള്ള 2 പയ്യന്മാരെ കാണാതായിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ബോഡിയാണിത്. അപ്പോഴേക്കും നേരം ഏകദേശം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചില സംശയങ്ങൾ തോന്നിയ ഹന്ന നമ്മുടെ എറിക്കിനോട് അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കാൻ പറയണം. അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കിയ സമയത്ത് ഇവർ നോക്കുമ്പോൾ ഇപ്പൊ കിട്ടിയ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ, ആ ഡെഡ് ബോഡിയുടെ ദേഹത്തെല്ലാം പച്ച നിറത്തിൽ എന്തോ കാണുന്നുണ്ട്. ഏതോ ജീവിയുടെ രക്തം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഉമിനീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനാണ് സാധ്യത. ഇതേ കളറുള്ള രക്തം തന്നെയാണ് എറിക്കിന്റെ മെഷീനിൽ കുടുങ്ങിയ ആ ഒരു ജീവിക്കും ഉണ്ടായിരുന്നത്. അപ്പൊ തന്നെ ഹന്ന ഓൾഗയോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആഴക്കടലിലെ ഏതോ ഒരു ജീവിയാണ് ഇയാളെ കൊന്നിട്ടുണ്ടാവുക. ഇയാളുടെ ദേഹത്ത് ഈ മുറിവും ഈ രക്തമൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയെന്ന് ഹന്ന പറയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആഴക്കടലിലെ ജീവികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഹന്നയ്ക്ക് ഒരു പരിധി വരെ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. ഓൾഗയുടെ ഹസ്ബൻഡ് ഫിലിപ്പ് ഉണ്ടാക്കിയ ഈ കമ്പനി ഉപയോഗിക്കുന്ന ഒരു മെഷീൻസ്, അതിൽ നിന്ന് വരുന്ന ഒരു ഫ്രീക്വൻസിയുള്ള സിഗ്നൽസ്, ഇതാണ് ശരിക്കും ഈ ജീവികളൊക്കെ എഫക്ട് ചെയ്യുന്നത്. പക്ഷേ അത് തെളിയിക്കാൻ ആവശ്യമായ യാതൊരു പ്രൂഫും അവളുടെ കയ്യിൽ ഇപ്പോഴില്ല. എന്തായാലും പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതിനുശേഷം അവളുടെ സമാധാനം മുഴുവൻ പോയി എന്ന് പറയാലോ. കിടന്നുറങ്ങുമ്പോഴെല്ലാം കടലിൽ നിന്നും എന്തൊക്കെയോ ചില മോൺസ്റ്റേഴ്സ് വരുന്നത് പോലെയൊക്കെ അവൾ സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസമായി. കടലിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാടധികം ടൂറിസ്റ്റുകൾ വരാറുണ്ട്. കാരണം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാർ കയാക്കിങ്ങുമായിട്ട് നേരെ കടലിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അവരങ്ങനെ ഓരോ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കയാക്കിങ്ങിൽ സീറ്റ് ബെൽറ്റ് വഴി ഇവർക്ക് ഇവരുടെ ബോഡി അതിൽ കെട്ടിവെക്കാം. എന്നിട്ട് ഇത് വെച്ച് പല അഭ്യാസങ്ങളും കാണിക്കാൻ പറ്റും. അതായത് കയാക്കിംഗ് നേരെ തലകീഴായി വെച്ച് പിന്നീട് പഴയതുപോലെ തന്നെ ആക്കാനൊക്കെ പറ്റും. ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്നും ഒരു ലോങ് ആംഗിളിൽ കാണിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും നിൽക്കുന്ന കടലിന്റെ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ അടിയിലൂടെ എന്തോ ചില കാര്യങ്ങൾ നീങ്ങുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ ഓരോരുത്തരും ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ തന്നെ ചെയ്യാണ്. നേരെ വെള്ളത്തിലേക്ക് കമിഴ്ന്നങ്ങ് നിൽക്കുകയാണ്. എന്നാൽ കുറച്ചു നേരമായി പഴയതുപോലെ ആവാൻ അവർക്ക് കഴിയുന്നില്ല. എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു പേടി വന്നു. അങ്ങനെ ഇവർ പേടിച്ച് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കയാക്കിംഗ് താഴേക്ക് വലിഞ്ഞു പോവുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. വേഗം തന്നെ ആ ലേഡിയെ രക്ഷപ്പെടുത്താനായിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്നാണ് കടലിന്റെ അടിയിൽ നിന്നും വലിയൊരു ടെന്റക്കിൾ വരുന്നത്. നീരാളിക്കൈ എന്നൊക്കെ പറയില്ലേ, അവിടെ ആകെ പിന്നീട് ഇളക്കി മറിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നു. ഇതേ നേരം നമ്മുടെ അപ്പൂപ്പന്റെ കൂടെ ഹന്ന കടലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് അവളുടെ റെക്കോർഡിംഗ് മെഷീൻ ഉപയോഗിച്ച് അവിടുന്ന് റെക്കോർഡ് ചെയ്യാണ്. പിന്നീട് അത് കേട്ടു നോക്കുമ്പോൾ ഹന്ന ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ആ സിഗ്നൽസ് അതിവിടെ വരെ എത്തി. ഒരിക്കലും സിഗ്നൽ ഈ ഭാഗത്തേക്ക് എത്താൻ പാടില്ല. അതായത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവിടെ വരെ സിഗ്നൽ വരാൻ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് സിഗ്നൽ പോവാതിരിക്കാനായിട്ട് അവിടെ കുറെ അധികം ബ്ലോക്കേഴ്സ് ഉപയോഗിക്കണം. അങ്ങനത്തെ ബ്ലോക്കേഴ്സ് ഇവർ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു തെളിവാണ് ഇതെന്ന് ഹന്നയ്ക്ക് മനസ്സിലായി. പിന്നീട് അവിടെ പോകുന്നതിന് മുന്നേ തന്നെ ഹന്ന അപ്പൂപ്പനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് അപ്പൂപ്പൻ ചെറിയ പ്രായത്തിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തെന്ന് പറയുന്നില്ലേ, അപ്പൊ അപ്പൂപ്പന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൂപ്പൻ കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹന്നയോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മരിയ അവളുടെ 2 കൂട്ടുകാര് ഇവര് നേരെ അവളുടെ അച്ഛന്റെ ആ ഒരു കമ്പനി ഉണ്ടല്ലോ കടലിൽ സ്ഥാപിച്ചിട്ടുള്ളത്, നേരെ അങ്ങോട്ടേക്ക് പോവാണ്. എന്തിനാണ്? ആ മിഷീൻ നശിപ്പിക്കാനായിട്ട്. ഇതേ നേരത്ത് തീരത്തേക്ക് കുറച്ചധികം കയാക്കിങ്ങുകളും അതിന്റെ കൂട്ടത്തിൽ പാതി മുറിഞ്ഞ ഒരു ശവശരീരം കൂടെ എത്തുന്നുണ്ട്. അപ്പൊ സംഭവം അറിഞ്ഞപാട് തന്നെ സംഭവ സ്ഥലത്തേക്ക് ഓൾഗ വരികയാണ്. എല്ലാം പരിശോധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കയാക്കിങ്ങിന്റെ ഉള്ളിൽ മാത്രം ഒരാളുടെ അരയുടെ
തലയുടെ ഭാഗം മാത്രം കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് കയാക്കിംഗ് ബെൽറ്റ് അതിട്ടതുകൊണ്ട് മാത്രം ശരീരത്തിന്റെ പാതി ഭാഗം അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ പച്ച നിറത്തിലുള്ള രക്തവും ഇപ്പോൾ ഓൾഗ കാണുന്നുണ്ട്. അതായത് അന്ന് ഹന്ന ഒരു ഡെഡ് ബോഡി കണ്ടുപിടിച്ചില്ലേ, അതിന്റെ ദേഹത്തും ഇതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഇവരെല്ലാവരെയും കൊന്നിരിക്കുന്നത് ഒരേ ജീവി തന്നെയാണ്. ഹന്ന പറഞ്ഞതുപോലെ തന്നെ ആഴക്കടലിൽ നിന്ന് വന്ന എന്തോ ഒരു ജീവി. ഇതേ നേരം അവിടേക്ക് വന്ന ചില വിനോദസഞ്ചാരികൾ അവരൊരു സ്പീഡ് ബോട്ടിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കടലിന്റെ അടിയിൽ നിന്നും ഒരു പാറ പോലെ എന്തോ ഒന്ന് പൊന്തി വരുന്നത്. അതിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇവർ വേഗം തന്നെ വെട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അവർക്ക് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. എന്തോ ഒരു അപകടം തോന്നിയത് കൊണ്ട് തന്നെ അവർ വേഗം അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ഈ പാറയുടെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ആ ഭാഗം കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പുറത്തൂടെ ചില ജീവികൾ അങ്ങനെ അരിച്ചരിച്ചു പോകുന്നുണ്ട്. ആ ജീവി ഏകദേശം കാണാൻ എറിക്കിന്റെ ആ ഒരു മെഷീനിൽ കുടുങ്ങി ചത്ത ജീവി ഉണ്ടല്ലോ, അതിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഹന്നയെ കാണിക്കുകയാണ്. ഹന്ന നേരെ ഇപ്പോൾ എറിക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ്. അതായത് ഇവിടെ നിന്നും 5 കിലോമീറ്റർ മാറി അപ്പുറത്ത് പോയിട്ട് ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്തു നോക്കി. അവിടെ നിന്നും നിങ്ങളുടെ മെഷീനിൽ നിന്ന് വരുന്ന ഒരു സിഗ്നൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി. ഒരിക്കലും അങ്ങനെ പാടില്ലല്ലോ, കാരണം 5 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ഈ സിഗ്നൽ പോകാൻ പാടില്ല. ബ്ലോക്കേഴ്സ് നിങ്ങൾ വെക്കേണ്ടതല്ലേ എന്ന് എറിക്ക് പറയാണ്. ഞങ്ങൾ ബ്ലോക്കേഴ്സ് വെച്ചതാണല്ലോ, പക്ഷേ അതൊന്നും വർക്ക് ആവുന്നില്ല എന്ന് ഹന്ന പറയാണ്. മാത്രമല്ല ഇതിൽ നിന്ന് വരുന്ന ഒരു സിഗ്നൽ അതാണ് കടലിനടിയിലെ ആ ജീവികളെ ഡിസ്റ്റർബ് ചെയ്യുന്നതും അതിപ്പോ പുറത്തേക്ക് വരുന്നതും. ഇപ്പൊ ഒരിക്കൽ വേഗം തന്നെ ജോണിന്റെ അടുത്തേക്ക് ചെല്ലാണ്. ജോണെ, നമ്മുടെ ബ്ലോക്കേഴ്സ് അതൊന്നും ഓൺ അല്ലല്ലോ, അതെന്താ ഓൺ ആക്കാത്തത്? നമ്മുടെ സിഗ്നൽസ് എല്ലാം പരിധി കഴിഞ്ഞ് കടലിനടിയിലേക്കും അതുപോലെ തന്നെ കുറച്ച് ദൂരത്തേക്കും പോകുന്നുണ്ട്. ഇത് വലിയ പ്രശ്നമാവും, എത്രയും പെട്ടെന്ന് തന്നെ അത് ഓൺ ആക്കുന്ന് പറയണം. എന്നാൽ ജോൺ പറയണ ആ തീരുമാനം എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല, എന്നോട് ഇത് ഓഫാക്കാൻ പറഞ്ഞത് ഫിലിപ്പാണ്. അപ്പൊ ഫിലിപ്പ് പറയാതെ എനിക്ക് ഓൺ ആക്കാൻ പറ്റില്ല എന്ന് തന്നെ ജോൺ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഫിലിപ്പിനെ എറിക്ക് വിളിക്കുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ആ ഒരു ബ്ലോക്കേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇപ്പൊ ഫിലിപ്പ് പറയാണ്, എറിക്ക് നീ പിന്നെ വിളിക്ക്, ഞാനൊരു മീറ്റിംഗിലാണ്. ഇതിനുശേഷം ഫിലിപ്പ് കോള് കട്ട് ചെയ്യാണ്. ഇപ്പൊ ഫിലിപ്പും അതുപോലെ തന്നെ ആ ഒരു ഇൻവെസ്റ്റേഴ്സും ഇവരെല്ലാവരും ഉള്ളത് കടലിനടിയിലെ ആ ഒരു ഗ്ലാസ് ക്യാബിന്റെ ഉള്ളിലാണ്. വലിയ ആൾക്കാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റേഴ്സിന്റെ കൂടെ വന്ന ഒരു പെൺകുട്ടി എന്തോ ഒന്ന് കണ്ട് നേരെ ഗ്ലാസിന്റെ ആ ഒരു ചുമരിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീയുടെ അരയുടെ മുകളിലേക്കുള്ള ഭാഗം. നേരത്തെ ഓൾഗയ്ക്ക് ഒരു കയാക്കിൽ നിന്നും ഒരു മനുഷ്യന്റെ പാതി ഭാഗം കിട്ടിയെന്ന് പറയുന്നില്ലേ, അത് ഈ സ്ത്രീയുടേതായിരുന്നു. ബാക്കി ശരീരഭാഗത ഈ പെൺകുട്ടി കാണുകയാണ്. അവളത് കണ്ട് പേടിച്ചു. ബാക്കിയുള്ളവരെ വിളിച്ചത് കാണിക്കുന്നുണ്ട്. എല്ലാവരും പേടിച്ചു പോയി. ഇതേ സമയം തന്നെ ഹന്ന അവൾക്ക് കിട്ടിയ ഒരു ജീവി ഉണ്ടല്ലോ, അതിന്റെ ദേഹത്ത് കൂടുതൽ പഠനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ അവസാനം ഞെട്ടിക്കുന്ന ആ രഹസ്യം അവൾ മനസ്സിലാക്കുകയാണ്. അതായത് ഒരു ആമയുടെ വലുപ്പമുള്ള ഈ ഒരു ജീവി അത് വെറൊരു ജീവി അല്ല, അതൊരു പാരാസൈറ്റ് ആണ്. അതായത് ഈ ജീവിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, മറ്റൊരു ജീവിയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചാണ് ഇത് ജീവിക്കുന്നത്. അതായത് ഒരു പാരാസൈറ്റിന് ഇത്രയും വലുപ്പം ഉണ്ടാവണമെങ്കിൽ ഇതിന്റെ ആ ഒരു ഹോസ്റ്റ്, അതായത് ഇത് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു ജീവി അത് എത്രത്തോളം വലുതായിരിക്കും. ഇത് കേട്ടപ്പോൾ എറിക്കും ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇപ്പൊ എറിക്ക് വേഗം തന്നെ ജോണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, ജോണെ എത്രയും പെട്ടെന്ന് തന്നെ ആ മെഷീൻസ് ഓഫ് ചെയ്യുക. ഒരു കാരണവശാലും ഇനി സിഗ്നൽസ് കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകാൻ പാടില്ല, എന്നാൽ അത് ഓഫാക്കാൻ പറ്റില്ല എന്ന് തന്നെ ജോൺ പറയാണ്. ഫിലിപ്പ് വരട്ടെ, ഫിലിപ്പ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഓഫാക്കുള്ളൂ എന്ന് ജോൺ വാശി പിടിക്കുകയാണ്. ഇതേ സമയം ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇവരാരും അറിയാതെ നമ്മുടെ മരിയും അവരുടെ കൂട്ടുകാരികളും വന്നിട്ടുണ്ട്. ഇവർ ശബ്ദം ഉണ്ടാക്കാതെ ചില പരിപാടികൾ ഒപ്പിക്കാൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ മരിയുടെ ഒരു കൂട്ടുകാരൻ സ്വിമ്മിംഗ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നേരെ വെള്ളത്തിനടിയിലേക്ക് പോവാണ്. എന്നിട്ട് ഇവരുടെ കമ്പനി താഴെ വെച്ചിരിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ അതിന്റെ ആ ഒരു ചങ്ങലയുടെ കുളത്തിൽ നിന്നും ഊരി താഴേക്കിടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ പയ്യനെ ഒരു പാരാസൈറ്റ് വന്നിട്ട് ആക്രമിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി. ഇപ്പൊ മുകളിൽ കാണിക്കുകയാണ്. അർജന്റ് ആയതുകൊണ്ട് തന്നെ ഫിലിപ്പ് ഇങ്ങോട്ടേക്ക് വന്നു. ഫിലിപ്പ് വന്നവിടെ തന്നെ ഇറക്കി കാര്യങ്ങൾ പറയണം. അതായത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു മെഷീൻ ഓഫ് ആക്കണം, ഇതിന്റെ സിഗ്നൽ കാരണം ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാര്യങ്ങൾ കേട്ടപാട് തന്നെ ഫിലിപ്പ് പറയണം, തൽക്കാലത്തേക്ക് ഇപ്പൊ ഓഫാക്കിയേക്ക്, ബാക്കി കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറയണം. അങ്ങനെ ഓഫാക്കാനായിട്ട് കടലിന്റെ അടിയിൽ ആ ഒരു മെഷീൻ ഇവർ ആ ഒരു CCTVയിലൂടെ നോക്കുന്ന സമയത്ത് മെഷീൻ അവിടെ കാണാനില്ല, അത് മിസ്സായിരിക്കുകയാണ്. ഇവരാകെ ഞെട്ടിപ്പോയി, അതെവിടെ പോയി? ഇതേ നേരം വെള്ളത്തിനടിയിലേക്ക് പോയി ആ ഒരു മെഷീൻ ഊരിയിട്ട മരിയുടെ കൂട്ടുകാരനെ കാണിക്കുകയാണ്. അവനിപ്പോ ആ ഒരു പാരസൈറ്റ് അറ്റാക്ക് ചെയ്തല്ലോ, എന്നാൽ എങ്ങനെയൊക്കെയോ അവൻ മുകളിലേക്ക് വരുന്നുണ്ട്. അവനാകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവനെ മരിയുടെ മറ്റേ കൂട്ടുകാരൻ റാംബോയും കൂടെ പിടിച്ച് വലിച്ച് കയറ്റാൻ നോക്കുമ്പോൾ താഴെ നിന്നും ആ ഒരു പാരസൈറ്റ് ഇവനെ വെള്ളത്തിലേക്ക് വലിക്കുകയാണ്. അവിടെ ഫുള്ളായിട്ട് രക്തം കലരുന്നുണ്ട്. പേടിച്ചു പോയാൽ മരിയ ഉറക്കനെ കരയാണ്. ആരെങ്കിലും ഓടി വരണേ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഉറക്കനെ കരയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കരച്ചില് അവിടുത്തെ ക്യാബിന്റെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട്. അവര് വേഗം തന്നെ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ. വന്ന് നോക്കുമ്പോൾ മരിയ അതുപോലെ തന്നെ മരിയുടെ കൂട്ടുകാരൻ റാംബോ. ഇപ്പൊ മരിയ കണ്ടുപാടനെ ഫിലിപ്പ് ചോദിക്കുകയാണ്, നീ എങ്ങനെ ഇവിടെ വന്നത്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പൊ തന്നെ മരിയ കരഞ്ഞുകൊണ്ട് പറയണം, പ്ലീസ് ആരെങ്കിലും പോയിട്ട് അവനൊന്ന് രക്ഷപ്പെടുത്ത്, എന്റെ ഒരു കൂട്ടുകാരൻ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് കിടന്ന് കുലുങ്ങാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു കമ്പനി അതിപ്പോ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അത് കരയിലല്ല, തീരത്തോട് ചേർന്ന ഭാഗത്തുമല്ല, വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ കമ്പനി ഇതിപ്പോ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ വെള്ളത്തിനടിയിലൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ശക്തമായ പ്രഷർ കൊടുത്താൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇളക്കം സംഭവിക്കും. അപ്പൊ അതുപോലെ ഒരു ഇളക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹന്ന ഇപ്പൊ ചുറ്റും നോക്കുകയാണ്, എന്തോ ഒരു അപകടം വരുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി.
അതുകൊണ്ട് തന്നെ ഹന്ന പറയണം ഇനി ആരും ഇവിടെ വെക്കണ്ട, നേരെ ക്യാബിന്റെ ഉള്ളിലേക്ക് പോയിക്കോന്ന് പറയണം. ഇപ്പൊ ഫിലിപ്പ് മകളെയും കൂട്ടി നേരെ ക്യാബിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ സമയം ഹന്ന നോക്കുമ്പോൾ അവൾ നിൽക്കുന്നതിന്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ, അതിലൂടെ എന്തോ ഒന്ന് പോകുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ഒരു കമ്പനി അത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുമ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി അടിയിൽ നങ്കൂരം ഇട്ട് വെച്ചിട്ടുണ്ട്. ആ നങ്കൂരം പൊട്ടിപ്പോകുന്ന ഒരു ശബ്ദവും ഇപ്പൊ ഹന്ന കേൾക്കുകയാണ്. അതുപോലെ തന്നെ എവിടെ നിന്നോ വല്ലാത്തൊരു കോടമഞ്ഞും വല്ലാതെ ഇവിടെ നിറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ആ കോടമഞ്ഞ് വന്നതോട് കൂടിയിട്ട് ഹന്നയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി, വലിയൊരു അപകടം അത് വരുന്നുണ്ട് എന്ന്. ഈ കോടമഞ്ഞ് മറ്റൊരു ഭാഗത്ത് നിന്ന് നമ്മുടെ അപ്പൂപ്പനും കാണുന്നുണ്ട്. അപ്പൂപ്പന്റെ ചെറിയ പ്രായത്തിൽ ഇതുപോലെ തന്നെയുള്ള കോടമഞ്ഞ് അപ്പൂപ്പൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മോൺസ്റ്റർ വരുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൂപ്പൻ വേഗം തന്നെ അപ്പൂപ്പന് ആവശ്യമായ ചില ആയുധങ്ങൾ, വേറെ ചില കാര്യങ്ങൾ ഇതെല്ലാം ആ ഒരു തോണിയിൽ വെച്ചിട്ട് വേഗം ആ കോടമഞ്ഞ് വന്ന ഭാഗത്തേക്ക് പോവാണ്. ഇതേ നേരം പെട്ടെന്നുണ്ടായ ആ കോടമഞ്ഞിലേക്ക് തന്നെ ഹന്ന അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഭീമാകാരമായ വലിയൊരു കൈ പൊന്തി വരികയാണ്. പേടിച്ചു പോയ ഹന്ന ആ ബ്രിഡ്ജിന്റെ മുകളിലൂടെ ഓടുന്ന സമയത്ത് ഈ കൈ വന്ന് അവളെ തട്ടുകയാണ്. അവൾ അവിടെ വീണുപോയി. വലിയൊരു നീരാളി, അതിന്റെ രാക്ഷസ കൈയായിരുന്നു അത്. ഇപ്പൊ ആ ഒരു കൈ ആ ബ്രിഡ്ജിന്റെ മുകളിലൂടെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഹന്ന ഭയം കാരണം അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. ശ്വാസം വരെ വിടാതെ പിടിച്ചു വെക്കുകയാണ്. ഇതേ നേരം ആ ഒരു കൈയാണെങ്കിൽ പതിയെ അതിലൂടെ ഇഴഞ്ഞിഴഞ്ഞു പോയി. അതിന് പറ്റിയ ഇരയില്ല എന്ന് മനസ്സിലായപ്പോൾ പതിയെ വെള്ളത്തിലേക്ക് തന്നെ അത് പോവുകയാണ്. പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഹന്ന എഴുന്നേറ്റ ഒരൊറ്റ ഓട്ടാണ് ക്യാബിന്റെ ഉള്ളിലേക്ക്. വേഗം തന്നെ അതിന്റെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി അത് ലോക്ക് ചെയ്യാണ്. അപ്പൊ തന്നെ ഹന്ന പറയുന്നുണ്ട് ഭീകരമായിട്ടുള്ള ഏതോ ഒരു കടൽ ജീവി, ഒരു മോൺസ്റ്റർ അത് ഈ കമ്പനിയുടെ താഴ്ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇത് കേട്ട് ഞെട്ടുകയാണ്. ഇതേ സമയത്ത് തന്നെ പുറത്ത് വെച്ച് എന്തോ ഒരു ശബ്ദം ഇവർ കേൾക്കുകയാണ്. ജനാലയിലൂടെ ഇവർ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ വലിയ ജീവി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും അതിന്റെ ദേഹത്തുണ്ടായിരുന്ന 2 പാരാസൈറ്റുകൾ ആ ബ്രിഡ്ജിലേക്ക് എടുത്തു തുള്ളിയതാണ്. കണ്ടാൽ ആമയെ പോലെ തോന്നിക്കുമെങ്കിലും ആമകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പുതിയൊരു തരം ജീവി. നല്ല വേഗതയുണ്ട്. അവറ്റകളിൽ ഒരെണ്ണം ഭയങ്കര വേഗത്തിൽ ഓടി വന്ന് ഈ ജനാലയുടെ ഗ്ലാസ്സിൽ വന്ന് ഒറ്റ അടിയാണ്. പക്ഷേ അതിന് ഉള്ളിലേക്ക് കയറാൻ കഴിയുന്നില്ല. എല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ തന്നെ ആ ഒരു ക്യാബിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഇതേ സമയം ഈ പാരാസൈറ്റുകൾ ഉള്ളിലേക്ക് വരാനായിട്ട് അതിന് പറ്റിയ വഴി നോക്കി ക്യാബിന്റെ മുകളിലൂടെ അങ്ങനെ ശബ്ദമുണ്ടാക്കി പോകുന്നുണ്ട്. പിന്നീട് മേൽക്കൂരയുടെ ഒരു ഭാഗം തകർത്ത് ഒരു പാരാസൈറ്റ് ഉള്ളിലേക്ക് ചാടി വരികയാണ്. ഇതിനെ കണ്ടപാടിനെ മരിയുടെ സുഹൃത്ത് റാംബോ ഉണ്ടല്ലോ, അവിടുന്ന് ഒറ്റ ഓട്ടാണ് ഒരു റൂമിലേക്ക്. മരിയ ഒന്നും നോക്കിയില്ല. അവൾ ഇട്ടിരുന്ന ആ ഒരു ജാക്കറ്റ് ഊരി ഇതിന്റെ ദേഹത്തേക്ക് ഇട്ട് അതിനെ ചവിട്ടാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്നെ എറിക്ക് പറയണ ഫിലിപ്പ് ഒരു കാര്യം ചെയ്യും, മരിയും കുട്ടി ഇവിടുന്ന് പോകും, ഇതിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറയണം. ഇതേ സമയത്തിന് ജോൺ നോക്കുമ്പോൾ അവനിരിക്കുന്ന ആ ഒരു ക്യാബിൻ ഉണ്ടല്ലോ, അതിന്റെ മുൻഭാഗത്തെ ആ ഒരു ഗ്ലാസ്, ആ ഗ്ലാസിന്റെ മുകളിലൂടെ വലിയൊരു കൈ അങ്ങനെ പോവുകയാണ്. വലുതെന്ന് പറഞ്ഞാൽ ഭീമാകാരമായ ഒരു കൈ. ഇത് കണ്ട് പേടിച്ച് ജോൺ അപ്പൊ തന്നെ അവിടുന്ന് തിരിഞ്ഞോടുകയാണ്. മറ്റൊരു ഭാഗത്തൂടെ നമ്മുടെ മരിയ അതുപോലെ തന്നെ ഫിലിപ്പും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭാഗത്തെ വാതിൽ തകർത്തുകൊണ്ട് തന്നെ ആ വലിയ ജീവിയുടെ ടെന്റക്കിൾ ഉള്ളിലേക്ക് വരികയാണ്. അതിപ്പോ നമ്മുടെ മരിയെ ചുരുട്ടിയെടുക്കുന്നുണ്ട്, പുറത്തേക്ക് വലിക്കുകയാണ്. അപ്പൊ തന്നെ ഫിലിപ്പ് പുറത്തേക്ക് ഇറങ്ങി വന്ന് കയ്യിൽ കിട്ടിയ ഒരു കമ്പി എടുത്ത് ഇതിന്റെ കൈകളിലേക്ക് ഇട്ട് കുത്തുകയാണ്. മരിയാണെങ്കിൽ പേടിച്ച് നിലവിളിച്ച് കരയാണ്. എന്തായാലും കറക്റ്റ് സമയത്ത് ഫിലിപ്പ് അങ്ങനെ ചെയ്തതുകൊണ്ട് ആ കുത്തേറ്റ് ആ നീരാളി അതിന്റെ പിടുത്തം വിടുകയാണ്. മരിയ നേരെ വന്ന് ആ ഒരു ബ്രിഡ്ജിന്റെ മുകളിലേക്ക് വീഴുന്നുണ്ട്. പിന്നീട് ആ വലിയ കൈകൾ വെള്ളത്തിനടിയിലേക്ക് പതിയെ താന്നു പോവാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു വഴിയിലൂടെ നമ്മുടെ ഹന്ന പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ ദാ ആ ഭാഗം മുഴുവനും ആ ജീവിയുടെ ടെന്റക്കിൾ വന്ന് പ്രസ്സാക്കുകയാണ്. അതായത് അതിന്റെ ടെന്റക്കിളിൽ ഒരു എന്താ പറയാ സെൻസറി ഓർഗൻ ഉണ്ടല്ലോ, അതിന് തന്നെ നമ്മുടെ മനുഷ്യരെക്കാൾ വലുപ്പമുണ്ട്. എന്തായാലും അത് കണ്ടപാടിനെ ഹന്ന തിരിഞ്ഞോടുകയാണ്. ഇപ്പോൾ അവൾ പോയ ആ ഒരു വഴിയിലൂടെ ഈ ടെന്റക്കിൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ശബ്ദത്തെയും സ്മെല്ലിനെയും എല്ലാം സെൻസ് ചെയ്യാനുള്ള കഴിവ് ആ ടെന്റക്കിളിനുണ്ട്. ഇപ്പൊ ഹന്ന പോകുമ്പോൾ കറക്റ്റായിട്ട് അവൾ എങ്ങോട്ടാണോ പോകുന്നത് അവളുടെ പിന്നാലെ തന്നെ ആ ഒരു ടെന്റക്കിൾ വരികയാണ്. ഒരു രക്ഷയില്ലാന്ന് കണ്ട ഹന്ന ഇപ്പോൾ ഈ AC-യുടെ വിൻഡ് ഉണ്ടാവുമല്ലോ അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിലേക്കും ആ ഒരു കൈ പതിയെ പതിയെ വരുന്നുണ്ട്. പക്ഷേ അതിന് വണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് മുന്നോട്ടേക്ക് അതിന് വരാൻ കഴിയുന്നില്ല. ഇതേ നേരം ഹന്ന അതിലൂടെ പോയി മറ്റൊരു മുറിയിലേക്ക് എത്തി ആ പൈപ്പിലൂടെ അങ്ങോട്ടേക്ക് എടുത്ത് ചാടുകയാണ്. മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ജോൺ ഇപ്പൊ പേടിച്ച് ഓടിയെന്ന് പറഞ്ഞില്ലേ, അവനിപ്പോ ഒരു റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ആ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ മരിയയുടെ കൂട്ടുകാരൻ റാംബോ ഒരു മൂലക്ക് തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, പേടിച്ച് വിറച്ചിരിക്കുകയാണ്. എന്നാൽ അവന്റെ ശരീരം മുഴുവൻ വിളറി വെളുത്തിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ കുഴഞ്ഞു വീഴുകയാണ്. ഇപ്പോഴാണ് ജോൺ ആ കാര്യം കാണുന്നത്. അതായത് ഈ റാംബോയുടെ പുറത്ത് ആ പാരസൈറ്റ് അള്ളി പിടിച്ചിരുന്ന് അവന്റെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ ജോണിന്റെ അടുത്തേക്കും ഇതുപോലൊരു പാരാസൈറ്റ് വരുന്നുണ്ട്. എന്നാൽ അതിപ്പോ അവനെ ആക്രമിച്ചില്ല കേട്ടോ. അവൻ എന്താക്കി പതിയെ കാലുകൊണ്ട് അതിനെ തലതിരിച്ചിടുകയാണ്. അതിന്റെ അടിഭാഗം കണ്ട സമയത്ത് ജോൺ ശരിക്കും ഷോക്കിംഗ് ആയി പോവാണ്. അതായത് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഏലിയൻസിന്റേതുപോലെയുള്ള ഒരു രൂപം. ഇപ്പൊ പതിയെ ശരിക്കും ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി അവൻ അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അതിന്റെ നടുഭാഗം കണ്ടോ, അതിന്റെ വായാ തോന്നുന്നു. അതിലൂടെ എന്തോ ഒന്ന് പുറത്തേക്ക് അത് തുപ്പുകയാണ്. ആസിഡ് പോലെയായിരുന്നു ആ സാധനം വന്ന് വീണത് ജോണിന്റെ മുഖത്തും. അവന്റെ മുഖം കിടന്ന് എരിയാൻ തുടങ്ങുകയാണ്. ഒന്നും കാണാനും പറ്റുന്നില്ല, കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട്. നിലവിളിച്ചുകൊണ്ട് തന്നെ അവൻ അവന്റെ മുഖം അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം മറ്റൊരു റൂമിലേക്ക് ഹന്ന പോയി എന്ന് പറയുന്നില്ലേ, അങ്ങോട്ടേക്കും ഇപ്പൊ ആ ഒരു ടെന്റക്കിൾസ് മറ്റൊരു വഴിയിലൂടെ വരികയാണ്. അവൾ അങ്ങനെ അനങ്ങാതെ നിലത്തുനിന്ന് എഴുന്നേക്കാതെ അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവളുടെ ദേഹത്ത് ആ ഒരു ടെന്റക്കിൾ വന്ന് തട്ടി. പക്ഷെ അതൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിയാണെന്ന് ആ ടെന്റക്കിൾസിന് ഇപ്പൊ മനസ്സിലായില്ല. അതിപ്പോ അവളുടെ ദേഹത്തൂടെ അങ്ങനെ ഇഴഞ്ഞ് അവളുടെ ആ ഒരു കോട്ട് അത് ചുറ്റിപ്പിടിച്ച് അതങ്ങനെ വലിച്ചു ഊരിയെടുക്കുകയാണ്. അപ്പോഴും ഹന്ന അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് കടൽ തീരത്ത് നോക്കുകയാണെങ്കിൽ പെട്രോളിങ്ങിന് വന്ന ഓൾഗ, അതായത് മരിയയുടെ അമ്മ, മരിയ
മരിയയുടെ കൂട്ടുകാരൊക്കെ പോകുന്ന ആ ഒരു ബോട്ട് അവിടെ കടൽ തീരത്ത് കാണുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ഇതുവരെയായിട്ട് കാണാത്തൊരു പ്രത്യേകതരം ജീവി അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടുന്നതും കൂടെ ഓൾഗ കാണുന്നത്. അതുപോലെ തന്നെ ബോട്ടിന്റെ പല ഭാഗത്തായിട്ട് രക്തവും കാണുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പൊ തന്നെ ഓൾഗയ്ക്ക് മനസ്സിലായി. ഇതിനുശേഷം ഹന്നയെ വീണ്ടും കാണിക്കുകയാണ്. ആ ഒരു ടെന്റക്കിൾസ് അവളിപ്പോ പതിയെ തൊട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിന് മനസ്സിലായിട്ടില്ല ഇതൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു ജീവിയാണെന്ന്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഇറക്കി വരുന്നത്. അവൻ അപ്പൊ തന്നെ ഒരു കോടാലി എടുത്ത് അതിന്റെ കൈകളിലേക്ക് വെട്ടാൻ നോക്കുമ്പോൾ ഹന്ന കൈകൊണ്ട് പറയണം ഒന്നും ചെയ്യേണ്ട അടങ്ങിയിരിക്കുന്നു പറയണം. ഈ സമയത്ത് ഇറക്കിന് ഒരു ബുദ്ധി തോന്നാണ്. അവിടെ തന്നെ ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു. അവൻ പതിയെ പോയിട്ട് അതിന്റെ ആ ഒരു സ്വിച്ച് അങ്ങോട്ട് ഓണാക്കുകയാണ്. ആവശ്യമുള്ള പല സമയത്തും ഇത് ഓൺ ആവാറില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ അത് ഓണായി. പെട്ടെന്ന് പിന്നീട് അതിൽ നിന്ന് വന്ന ആ ഒരു ശബ്ദവും വൈബ്രേഷനും ഇതെല്ലാം കേട്ടപ്പോൾ നീരാളിയുടെ കൈകൾ പോയിട്ട് ആ ഒരു മിഷൻ ചുറ്റി പിടിച്ചെടുക്കുകയാണ്. അപ്പൊ അതിൽ ആ ഒരു ബ്ലേഡ് കൊണ്ട് ഇതിന്റെ കൈയെല്ലാം മുറിയുന്നുണ്ട്. ഇതേ സമയം തന്നെ മരിയയുടെ അച്ഛനായിട്ടുള്ള ഫിലിപ്പ് ഇവർക്ക് രണ്ടുപേർക്കും ക്യാബിന്റെ ഉള്ളിലേക്ക് ഇപ്പോഴും കയറാൻ പറ്റിയിട്ടില്ല. പുറത്തുണ്ടായിരുന്ന ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടെ തന്നെയാണ് അവരിപ്പോഴും ഉള്ളത്. അവർ രക്ഷപ്പെട്ട് ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും അതിന്റെ ആ ഒരു ടെന്റക്കിൽ വന്നിട്ട് വീണ്ടും ഇവർ രണ്ടുപേരെ അടിക്കുകയാണ്. ആ അടിയിൽ രണ്ടുപേരും തെറിച്ചുപോയി കടലിൽ വീഴുന്നുണ്ട്. പെട്ടെന്ന് മുകളിലുണ്ടായിരുന്ന ആ വലിയ ടെന്റക്കിൾ ഇപ്പൊ വെള്ളത്തിനടിയിലേക്ക് പോവാണ്. ഫിലിപ്പിന് അപ്പം തന്നെ മനസ്സിലായി ഇത് വെള്ളത്തിനടിയിലൂടെ വന്നിട്ട് ഇവരെ പിടിക്കാൻ നോക്കുകയാണെന്ന്. വേഗം തന്നെ മരിയോട് ഫിലിപ്പ് പറയാണ് മോള് രക്ഷപ്പെട്ടോ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയിക്കോ, എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന മരി പറയാണ്. അച്ഛനും കൂടെ വാ നമുക്ക് പോകാം. എന്നാൽ അപ്പോഴേക്കും വെള്ളത്തിനടിയിലൂടെ വന്ന ആ ഒരു കൈകൾ ഇപ്പൊ ഫിലിപ്പിനെ ചുറ്റിപ്പിടിക്കുകയാണ്. അവനെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ആ ഒരു ജീവി അയാളെ മുഴുവനായിട്ടും വിഴുങ്ങിക്കളയാണ്. അപ്പോഴേക്കും ഏകദേശം രാത്രിയായിട്ടുണ്ട്. ഈ വലിയ ജീവി അതായത് ഒരു രാക്ഷസ നീരാളി അതിന്റെ ആ ഒരു കൈകളൊക്കെ മുഴുവനായിട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും അതുകൊണ്ട് ചുരുട്ടിയെടുത്ത് പൊട്ടിച്ച് കളയാണ്. എന്നാൽ പെട്ടെന്ന് വളരെയധികം വയലന്റ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു വലിയ നീരാളി പെട്ടെന്ന് അതിന്റെ കൈകൾ ഉള്ളിലേക്ക് വലിക്കുകയാണ്. വെള്ളത്തിനടിയിലേക്ക് വളരെ ശാന്തനായിട്ട് അത് പോവുകയാണ്. അപ്പൊ തന്നെ ഹന്ന ഇപ്പോ എറിക്കിനോട് പറയാണ് അതായത് വെള്ളത്തിലേക്ക് വീണ ആ ഒരു മെഷീൻ അത് ഓഫായി പോയി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ അത് തിരിച്ചു പോയിട്ടുണ്ടാവുക. ഇതേ സമയത്തിന് മരിയ അവളുടെ ശരീരമൊക്കെ ആകെ തളർന്നു പോയിട്ടുണ്ട്. അച്ഛൻ മരിക്കുന്നത് കണ്ട് ആ ഷോക്കിലാണ് അവൾ ഇപ്പോഴും. എന്തോ ഒരു ചെറിയ സാധനത്തിൽ പിടിച്ച് അവൾ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അവസാനം അവളുടെ ബോധം പോവാണ്. ആ ഒരു പിടുത്തം വിടാണ്. പതിയെ പതിയെ അവൾ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ട ഹന്ന ഒന്നും നോക്കിയില്ല, വെള്ളത്തിലേക്ക് എടുത്ത് ചാടി മരിയയെ രക്ഷപ്പെടുത്താണ്. അതേസമയം തന്നെ എറിക്ക് വേഗം തന്നെ അപായ സിഗ്നൽ കൊടുക്കുന്ന ആ ഒരു ഫ്ലെയർ ഗൺ ഉണ്ടല്ലോ അത് മുകളിലേക്ക് വെച്ച് പൊട്ടിക്കുകയാണ്. ഇപ്പൊ ഫ്ലെയറിൽ നിന്ന് വന്ന വെളിച്ചം അത് ആര് കാണുന്നുണ്ട്? ഓൾഗ കാണുകയാണ്. ഓൾഗ ഒന്നും നോക്കിയില്ല. ഇപ്പൊ പിള്ളേര് വന്ന ആ ഒരു ബോട്ട് ഉണ്ടല്ലോ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ ആ ബോട്ടിൽ കയറിയിട്ട് ഫ്ലെയർ വന്ന ഭാഗത്തേക്ക് നേരെ ഓൾഗ പോവാണ്. ഇതിനുശേഷം വീണ്ടും ആ ക്യാബിനിൽ കാണിക്കുകയാണ്. നമ്മുടെ മരിയ ഇപ്പോഴും വല്ലാത്തൊരു ഷോക്കിലാണ്. ഫിലിപ്പ് മരിച്ചു പോയല്ലോ. അപ്പൊ ആ ഒരു ഷോക്കിൽ നിന്നും അവൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ഹന്ന കൂടെയുണ്ട്. ഈ സമയത്ത് നമ്മുടെ എറിക്ക് എന്തോന്ന് കണ്ട് ഭയക്കുകയാണ്. എന്ത് കണ്ടാണ് അവൻ ഭയന്നത് എന്നറിയാൻ വേണ്ടി ഹന്നയും പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഫ്ലെയർ അടിച്ചപ്പോണ്ടായി ആ ഒരു ചുവന്ന വെളിച്ചുണ്ടല്ലോ ആ വെളിച്ചത്തിൽ ഒരു കറുത്ത രൂപം ഇവർ കാണുന്നുണ്ട്. മലയെ പോലെ ഹൈറ്റുള്ള വളരെ ഭീകരമായിട്ടുള്ള വലിയൊരു രൂപം. പുരാണങ്ങളിൽ ഇതിനെ പറയുന്നത് ക്രാക്കൻ എന്നാണ്, രാക്ഷസ നീരാളി. എന്തായാലും പിന്നീട് അതിന്റെ ആ ഒരു രൂപം കാണിച്ചതിന് ശേഷം അത് വെള്ളത്തിനടിയിലേക്ക് തന്നെ പോവാണ്. ഇതേ നേരം തന്നെ ഹന്നയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അതെന്തായാലും ഇനിയും തിരിച്ചു വരും. അപ്പൊ നമ്മൾ പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കണം. എറിക്കെ നിന്റെ ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, സിഗ്നൽ വരുന്ന ആ ഒരു മെഷീൻ അതിന്റെ വേറെ ഉണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പൊ എനിക്ക് പറയണം മറ്റൊരെണ്ണം കൂടെ ഉണ്ട്. എന്നാൽ വേഗം അത് എടുക്കാൻ വേണ്ടി ഹന്ന പറയാണ്. എനിക്ക് വേഗം തന്നെ ആ ഒരു മെഷീൻ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മെഷീനിലുള്ള എല്ലാ ബ്ലോക്കേഴ്സും പൂർണ്ണമായിട്ടും ഓഫാക്കി ഇതിൽ നിന്നും സിഗ്നൽ അതിന്റെ മാക്സിമത്തിൽ വരുന്ന രീതിയിൽ സെറ്റപ്പ് ആക്കാൻ വേണ്ടി എറിക്കിനോട് ഹന്ന പറയാണ്. എറിക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഈ മെഷീൻ ഇനി ഓൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ അളവിലായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഫ്രീക്വൻസിയിലായിരിക്കും ഇനി സിഗ്നൽസ് പുറത്തേക്ക് പോവാം. ഒരു പരിധി കഴിഞ്ഞാൽ ഇത് വലിയൊരു ബോംബ് പോലെ വർക്ക് ചെയ്യും, പൊട്ടിത്തെറിക്കും. അപ്പൊ ഹന്നയുടെ പ്ലാനും അത് തന്നെയാണ്. എറിക്കിനും കാര്യം മനസ്സിലായി. അതായത് ഈ മെഷീൻ ഓണാക്കിയാൽ ഇതിൽ നിന്നും സിഗ്നൽ പുറത്തേക്ക് പോകും. സിഗ്നൽ വരുമ്പോൾ അത് എവിടുന്നാണോ വരുന്നത് അങ്ങോട്ടേക്ക് ഈ വലിയ ജീവി വരും. അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുന്ന രീതിയിൽ ഇതിനെ സെറ്റപ്പ് ആക്കി വെക്കണം. സോ അതിനുള്ള കാര്യങ്ങൾ എറിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മരിയ അവൾ അവിടെ തളർന്നിരിക്കുന്ന സമയത്ത് അവൾക്ക് നേരെ ഒരു പാരസൈറ്റ് വരുന്നുണ്ട് കേട്ടോ. പേടിച്ച് അതിനൊന്നും ചെയ്യാനായിട്ട് അവളെ കൊണ്ട് പറ്റുന്നില്ല. ആ സാധനം ഇപ്പൊ മരിയ കയറി പിടിക്കും എന്നൊരു അവസ്ഥ വന്ന സമയത്ത് പെട്ടെന്ന് അതിന് നടുപ്പുറത്തേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്? മരിയയുടെ അമ്മ ഓൾഗയായിരുന്നു. ഓൾഗ ഓടി വന്നിട്ട് മരിയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അപ്പോഴാണ് മരിയയ്ക്ക് ശരിക്കും ആശ്വാസമായത്. പിന്നീട് ഫിലിപ്പ് അതായത് അവളുടെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയ കാര്യം മരിയ പറയാണ്. ഇത് കേട്ട ഓൾഗയും ആകെ ഷോക്കാവുന്നത്. ഓൾഗയും കരയാൻ തുടങ്ങാണ്. എന്നാൽ കരഞ്ഞോണ്ട് നിൽക്കാൻ സമയമില്ല. ആ ജീവി അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരും. അതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എന്നാൽ രക്ഷപ്പെട്ടു പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു ജീവിയെ കൊല്ലണം. അതാണ് ഹന്നയുടെയും മെറിക്കിന്റെയും പദ്ധതി. ഇപ്പൊ അവര് റെഡിയാക്കി വെച്ച ഒരു ബോംബ് പോലെ ആക്കിയ ആ ഒരു ട്രാൻസ്മിറ്ററോ അതെടുത്ത് നേരെ ഓൾഗ വന്ന ആ ഒരു ബോട്ടിലേക്ക് വെക്കുകയാണ്. പിന്നീട് അതിലേക്ക് ഹന്ന ഇറങ്ങുന്നുണ്ട്. രണ്ടാമത് എറിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഹന്ന ബോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ബോട്ട് മുന്നോട്ടേക്ക് പോയി. എറിക്ക് കുറെ വിളിച്ചു കേട്ടോ, പക്ഷെ അവള് നിർത്തിയില്ല. അതായത് ചെയ്യാൻ പോകുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഹന്ന ഇപ്പൊ അവിടുന്ന് പോകുന്നത്. കുറച്ച് അകലേക്ക് പോയി എന്നിട്ട് ആ ഒരു ട്രാൻസ്മിറ്റർ ഓൺ ആക്കുകയാണ്. സാധാരണയിൽ കൂടുതലായിട്ട് നല്ല ഫ്രീക്വൻസിയിൽ സിഗ്നൽ ഇപ്പൊ വരാൻ തുടങ്ങുകയാണ്. എന്തായാലും അധികം വൈകാതെ ആ വലിയ നീരാളി ഇങ്ങോട്ടേക്ക് വരും. വേഗം തന്നെ ഹന്ന വെള്ളത്തിലേക്ക് ആ ഒരു ട്രാൻസ്മിറ്റർ എറിയാണ് കേട്ടോ. ഹന്ന വിചാരിച്ചതുപോലെ തന്നെ
പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ആ വലിയ നീരാളി എത്തുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഹന്ന വേഗം തന്നെ ബോട്ടിൽ നിന്നും എടുത്തു ചാടുകയാണ്. അപ്പോഴേക്കും ആ ഒരു ബോട്ട് നീരാളി അതിന്റെ കൈ വെച്ച് അടിച്ചു പൊളിക്കുന്നുണ്ട്. എന്നാൽ വെള്ളത്തിലേക്ക് ചാടിയ ഹന്നയ്ക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ആ നീരാളി ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു വലിയ കൈ വന്നിട്ട് ഇപ്പൊ ഹന്നയെ ചുറ്റി ചുരുട്ടി എടുക്കുകയാണ്. നേരെ അവളെ വിഴുകാനായിട്ട് അതിന്റെ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെള്ളത്തിനടിയിൽ വെച്ചും ആ വലിയ ജീവിയെ ഹന്ന തൊട്ടടുത്ത് വെച്ച് കാണുകയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു സമയത്ത് ഒരാൾക്ക് മരണഭയമല്ല വരേണ്ടത്. ഹന്നയ്ക്ക് അങ്ങനെ ഒരു ഭയം വന്നില്ല. കാരണം ഇത്രയും വലിയൊരു ജീവിയെ തൊട്ടടുത്ത് വെച്ച് കാണാൻ പറ്റിയില്ലേ, എന്തൊരു ഭംഗി അതിനെ കാണാൻ. അവൾ അതിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആ നീരാളിയാണെങ്കിൽ അവളെ വിഴുങ്ങാൻ നോക്കുകയാണ്. പക്ഷേ ഹന്നയുടെ ഭാഗ്യത്തിനാണ് ആ ഒരു ട്രാൻസ്മിറ്റർ ഡിവൈസ് അത് ഓവർലോഡായിട്ട് ഒരൊറ്റ പൊട്ടുന്നത്. എന്നാൽ ആ ഒരു ബ്ലാസ്റ്റ് കാരണം ഹന്നയ്ക്ക് ഒന്നും സംഭവിച്ചില്ല കേട്ടോ. പക്ഷേ ആ ജീവിക്ക് പലതും സംഭവിച്ചു. അതായത് അതിന്റെ തല ഈ ഒരു സിഗ്നലിന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വളരെ കൂടിയ അളവിൽ ഈ സിഗ്നൽ ഹൈ ഫ്രീക്വൻസിയിൽ വന്നപ്പോൾ അതിന്റെ തലച്ചോറിനെ അത് എഫക്ട് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ അനക്കമില്ലാതെ ആ ഒരു ജീവി കടലിന്റെ ആഴങ്ങളിലേക്ക് അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഹന്ന വേഗം തന്നെ വെള്ളത്തിന് മുകളിലേക്ക് വരാൻ നോക്കുമ്പോഴേക്കും അവളുടെ ബോധം പോയി. പതിയെ പതിയെ അവൾ വെള്ളത്തിനടിയിലേക്ക് അങ്ങനെ പോവാണ്. ഇതേ സമയത്ത് തന്നെ ഹന്നയെ രക്ഷപ്പെടുത്താനായിട്ട് ചെറിയൊരു ബോട്ട് എടുത്തുകൊണ്ട് മരിയും നമ്മുടെ എറിക്കും മോൾഗയും അങ്ങോട്ടേക്ക് വന്നു. വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന ഹന്ന വന്ന ആ ഒരു ബോട്ടും ഇവർ കാണുന്നുണ്ട്. എനിക്കൊന്നും നോക്കിയില്ല, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. വെള്ളത്തിനടിയിലേക്ക് പോയി അവിടെ മുഴുവനായിട്ടും ഹന്നയെ നോക്കുന്നുണ്ട്. പക്ഷേ ഹന്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന കോടമഞ്ഞുകൾക്കിടയിൽ നിന്നും ഒരാൾ ചെറിയൊരു തോണി തുഴഞ്ഞു വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ആ അപ്പൂപ്പൻ ഉണ്ടല്ലോ, അപ്പൂപ്പൻ തന്നെയായിരുന്നു. അപ്പൂപ്പന്റെ തോണിയിൽ നമ്മുടെ ഹന്ന ഉണ്ടായിരുന്നു കേട്ടോ. ഹന്നയെ അപ്പൂപ്പൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് കണ്ട സമയത്ത് എറിക്കിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. അവളെ കെട്ടിപ്പിടിച്ച് എറിക്കിപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവര് രണ്ടുപേരും ഒരു സമയത്ത് അത്രയും പ്രണയിച്ചവരാണ്. പിന്നീട് അവരവിടുന്ന് രക്ഷപ്പെട്ട് നേരെ തീരത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ കടലിന്റെ അടിഭാഗം നമ്മളെ കാണിക്കുകയാണ്. അവിടെ കുറേയധികം പഴയതും പുതിയതുമായ കപ്പലുകൾ തകർന്നു വീണ് കിടക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ കപ്പലുകൾ തകർന്നിട്ടുണ്ടാവുക? ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അതുപോലെ തകർന്നു കിടക്കുന്ന ആ കപ്പലുകൾക്കിടയിലായിട്ട് ഒരു വലിയ മുട്ട കാണിക്കുന്നുണ്ട്. ആ മുട്ടയിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് വരികയാണ്. മറ്റൊന്നുമല്ല, ആ രാക്ഷസ നീരാളിയുടെ കുഞ്ഞു തന്നെ. അതായത് ഇത് ഇവിടെ വെച്ച് തീരാൻ പോകുന്നില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ തീരുന്നത്. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത സിനിമയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.